ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ഒരു മാർക്കറ്റ് ക്രാഷിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ടോ? ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ ആൻഡ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ഇന്ത്യൻ മാർക്കറ്റ് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട വേറൊരു മാർക്കറ്റാണ് പാകിസ്ഥാൻ മാർക്കറ്റായിട്ടുള്ള KSE 100 എന്ന ഇൻഡെക്സ്. അവിടെ ഏതാണ്ട് ലിറ്ററലി 2500 പോയിന്റാണ് വ്യാഴാഴ്ച മാത്രം വീണത്. ഏതാണ്ട് ഫ്രീ ഫ്ലോ ആയിരുന്നു നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിനിടയിൽ. അതേപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ഒരു ഫ്യൂച്ചർ ഫോർകാസ്റ്റ് പറഞ്ഞത് ഫൈനാൻഷ്യൽ 2025 ആകുമ്പോഴേക്കും പാകിസ്ഥാന്റെ GDP എന്ന് പറയുന്നത് 2.6ലേക്ക് കുറയുമെന്നാണ്. അതായത് ഒരുപാട് എക്കണോമിക് ചാലഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്, പാകിസ്ഥാൻ എക്കോണമി മുന്നോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെയധികം വൈൽഡായിട്ടാണ് പാകിസ്ഥാന്റെ ഇൻവെസ്റ്റേഴ്സ് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മാർക്കറ്റ് നല്ല രീതിയിൽ 2-3% വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയായിട്ട് താഴോട്ട് വീണത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 7 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് മേലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വ്യാഴാഴ്ച ദിവസം ചെറിയ രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കും ചെയ്തു. വെള്ളിയാഴ്ച ആവട്ടെ നിയർലി ഒരു 1% ഇന്ത്യൻ മാർക്കറ്റ് വീണിട്ടുണ്ട്. ക്ലിയർലി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡറിലെ ഇഷ്യൂസ് തന്നെയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള റീസണും. സോ ഓൾറെഡി നമുക്കറിയുന്ന പോലെ തന്നെ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യൻ ഫോഴ്സ് നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഫർദർ ഇനി അത് നല്ല രീതിയിൽ തന്നെ ഒരു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇന്ത്യയും പാകിസ്ഥാനോട് നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. സോ ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫർദർ വീണ്ടും കണ്ടിന്യൂ ആവുകയാണ് എന്നാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ചെറിയൊരു സിംറ്റം ആയിട്ടാണ് നമ്മൾ ഓൾറെഡി കണ്ടതും വെള്ളിയാഴ്ച മാർക്കറ്റ് നിയർലി 1% ഡൗൺ ആയത്. സോ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് വാർ, അതായത് ചൈനയും US ആയിട്ടുള്ള മെയിനായിട്ട് ട്രേഡ് വാർ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ വീക്കെൻഡിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആയത് നിയർലി ഒരു 2-3% ഡൗൺ ആയിട്ടാണ്. സോ സപ്പോസ് ഇനി വരാൻ പോകുന്ന വീക്കെൻഡ്, അതായത് ഈ സാറ്റർഡേ സൺഡേ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും മേ ബി അവിടെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ വരുമോ എന്ന് പേടിച്ചത് കൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പല ഇൻവെസ്റ്റേഴ്സും പാനിക് ആയതുകൊണ്ട് തന്നെ വേഗം അവിടെ സെൽ ഓഫ് ചെയ്ത് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അറിയേണ്ട വേറൊരു പോയിന്റാണ്, മാർക്കറ്റ് ഒരിക്കലും താഴോട്ട് വീണത് ഇന്ത്യ പാകിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ കൊണ്ട് മാത്രമല്ല. എല്ലാ ക്വാർട്ടറിലും ഓരോ റിസൾട്ട്സ് വരും. കോർപ്പറേറ്റ് കമ്പനീസ് റിസൾട്ട്സ് അവർ പബ്ലിഷ് ചെയ്യും. സോ ഈ Q4 റിസൾട്ട്സ് വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനീസിന് വന്ന റിസൾട്ട്സ് പ്യൂർലി ഒരു മിക്സ്ഡ് ആണ്. ഒരു പോസിറ്റീവ് അല്ല, ഒരു നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പല റിസൾട്ട്സ് ആണ് പല കമ്പനീസ് വന്നത്. സോ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വേഗം ഒരു സെൽ ഓഫ് എന്ന രീതിയിലോ അല്ലെങ്കിൽ മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രീതിയിലോ കണക്കാക്കിയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ടെക്നിക്കലി വിത്ത് ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ 24,350 എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി റെസിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞാൽ 24,500 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. സോ മാർക്കറ്റ് നല്ലൊരു ബുൾറൺ വന്നു കഴിഞ്ഞാൽ തന്നെ പൊതുവെ ഈ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാറുണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തിയതിനു ശേഷമാണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയതും. പിന്നെ ഒബ്വിയസ്ലി ഇന്ത്യ പാകിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇഷ്യൂസ് കാരണം തന്നെ അത് ഫെർദർ ആ ഫോൾ കുറച്ചും കൂടി ഒന്ന് ഫ്രീക്വൻസി കൂടി നല്ല പവറിൽ താഴോട്ട് വീഴുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മെയിനായിട്ട് അറിയേണ്ട പോയിന്റ്, ഇത് സപ്പോസ് കണ്ടിന്യൂ ആവുകയാണ് എന്നാണെങ്കിൽ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? മേ ബി മാർക്കറ്റ് വീണ്ടും ഒരു 5-10% താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പറുള്ള ആൻസർ ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും കാര്യങ്ങൾ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇന്ത്യ ആവട്ടെ ഇൻഡസ് വാട്ടർ ട്രീറ്റ് എന്നുള്ള സംഭവം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പാകിസ്ഥാനായിട്ട് അതിന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ സിമിലർ എഗ്രിമെന്റ് അവർ ഓൾറെഡി സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. സോ രണ്ട് രാജ്യങ്ങളും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. സോ ഇങ്ങനെ ആവുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു വാർ രീതിയിലേക്ക് കണ്ടിന്യൂ ആവുകയാണെങ്കിൽ രണ്ട് കൺട്രീസിനും എക്കണോമിക് വൈസ് നോക്കുമ്പോൾ വളരെയധികം മോശമാണ്. കാരണം ഒരു വാർ നടന്നെങ്കിൽ എക്കണോമിക് വൈസ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്ന ഏതാണ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ്, അത് ഇന്ത്യൻ മാർക്കറ്റ് ആയാലും പാകിസ്ഥാൻ മാർക്കറ്റ് ആയാലും താഴോട്ട് വീഴുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. സോ ഇനി വരാൻ പോകുന്ന 1 or 2 വീക്സ് വളരെയധികം ക്രൂഷ്യൽ തന്നെയാണ്. സോ എൻ്റെ ഒരു അനലൈസ് പ്രകാരം തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തൊരു അൺസർട്ടനിറ്റി ഉണ്ട് മാർക്കറ്റിൽ. എന്തായാലും ഇന്ത്യൻ ഫോഴ്സ് തിരിച്ചടിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. അത് വീണ്ടും പാകിസ്ഥാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമെന്ന് നമ്മൾ നോക്കണം. അത് രണ്ടും ഫുൾ പ്ലെഡ്ജിൽ തന്നെ രണ്ട് രാജ്യക്കാരും അങ്ങനെ തന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാതെ കണ്ടിന്യൂ ആവുകയാണ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മാർക്കറ്റും, അത് ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ തന്നെ പാകിസ്ഥാൻ മാർക്കറ്റും താഴോട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങളിപ്പോൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. കാരണം മാർക്കറ്റിൽ ഈ നടക്കുന്ന ക്രാഷും കറക്ഷൻസും അപ്പ് മൂവും ബെയറിഷ് സെന്റിമെന്റ്സും എല്ലാം പാർട്ട് ആൻഡ് പാർട്സ് ഓഫ് ദ ഗെയിം ആണ്. സോ അതെല്ലാം കണ്ടിന്യൂ ചെയ്യാം. സപ്പോസ് ഫ്രഷ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നാണെങ്കിൽ മേ ബി ഒരു 1 or 2 വീക്സ് വെയിറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ചെറിയൊരു ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം തീർച്ചയായിട്ടും ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഉണ്ട് എന്ന ഉറപ്പ് തന്നെയാണ്. അതിനൊരു ക്ലാരിറ്റി, അത് എങ്ങനെ ഇന്ത്യ റെസ്പോണ്ട് ചെയ്യും, അതെങ്ങനെ പാകിസ്ഥാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഗ്ലോബലി ആൾക്കാർ വന്ന് ഇൻവോൾവ് ആയതിനു ശേഷം മേ ബി ഒരു കോംപ്രമൈസിലോട്ട് പോകുമോ. സോ എന്താണ് നടക്കാൻ പോകുന്ന ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വീക്കെൻഡ് വരുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വേഗം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കയ്യിലെടുത്തും. ആസ് ഓഫ് നോ ഒരുപാട് പേടിക്കാൻ മാത്രം ഒന്നും നടന്നിട്ടില്ല. ബട്ട് സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ബയസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അങ്ങനെ ഒരു പാനിക് സെൽ ഓഫറുള്ള ചാൻസസ് സ്ലൈറ്റ്ലി ഹയർ ആണ്, എസ്പെഷ്യലി മാർക്കറ്റ് നല്ലൊരു ബുൾ റൺ ഇത്രത്തോളം ദിവസം തന്നതുകൊണ്ട്.
സോ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യുമെന്നുള്ളതിന്റെ ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്